ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് പറയുന്നു? രാവിലെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് കാണും അല്ലേ? സമയം 10-10:30 ആയല്ലോ. ഇവിടെ രാവിലെ കാപ്പിക്ക് കപ്പ ചെണ്ടം പുഴുങ്ങി എന്ന് പറഞ്ഞാൽ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഞങ്ങൾ ചെണ്ടം പുഴുങ്ങുക എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളെങ്ങനെ പറയുന്നത് പറയണേ. അതും പിന്നെ രാവിലെ ഇന്ന് വെളുപ്പിനെ ഒരു 3 മണി തൊട്ട് ഇപ്പോൾ വരെ കുറച്ച് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് വരെ കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് സമ്മന്തി അരയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ ഞാൻ അയലക്കറി വെച്ചല്ലോ, മീൻകറി മുളകിട്ടിട്ട് അയലക്കറി വെച്ചല്ലോ, അതുകൂടെ കൂട്ടിയാണ് ഇന്ന് കപ്പ കഴിച്ചത്. അങ്ങനെ കപ്പയും മീൻകറിയും രാവിലെ കഴിച്ചു. പിന്നെ മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ രാവിലെ കിഴങ്ങ് തോരനുണ്ടാക്കി. പിന്നെ അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, വേറെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേന് ചോറും രാവിലെ വെച്ചു. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ തൂത്തുവാരി ഇയാൾ മാത്രം മതി. അത് ഇച്ചിരി കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചു. വേറെ ആരും ഇല്ലല്ലോ ഇവിടെ, ഞാൻ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്നാ പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? ഇവിടെ രാവിലെ തൊട്ട് മഴയാണ്. നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. ഇന്നലെ മിനിങ്ങാന്നും ഇന്നും ഒക്കെ ആയിട്ട് നല്ല മഴയാണ്. പിന്നെ എന്നാ പറയുന്നത് വെച്ചാൽ വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. പുള്ളിക്കാരിക്ക് ഒറ്റ മോനേ ഉള്ളൂ കേട്ടോ, ഒരു മോനേ ഉള്ളൂ. 27 വയസ്സുണ്ട് ആ കൊച്ചിന്. ഭയങ്കരമായിട്ട് ഒരു മോനെ ഉള്ളത് അറിയാമല്ലോ. ഒരു മോനായതുകൊണ്ട് എല്ലാം സ്നേഹിച്ചു, അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിച്ച് വളർത്തി. പറയുന്നത് വാങ്ങിച്ചു കൊടുത്തിട്ട് സ്നേഹിച്ച് വളർത്തിയൊരു മോനാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് നിങ്ങളോട് പറയാനുള്ളത്, എന്താ പറയുക, മക്കളെ വളർത്തുമ്പോഴത്തേനും, അതായത് നമ്മുടെ മക്കളെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടും നല്ലൊരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ടും തൻകാലം നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നത് വേണമെങ്കിൽ പറയാം അല്ലേ? പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കണം. മക്കളെ വളർത്തുമ്പോഴത്തേനും നമ്മുടെ സാഹചര്യം അറിഞ്ഞ് വേണം അവരെ വളർത്താനായിട്ട്. കാരണം നമ്മളെങ്ങനെ കഷ്ടപ്പെട്ട് വന്നതെന്ന് അവരറിയണം. നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞ് വേണം അവർ വളരാനായിട്ട്. എന്നാൽ മാത്രമേ ഒരു വില നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വലുതാകുമ്പോൾ അവർ നമ്മുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് വരുന്ന മക്കളാണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ പുള്ളിക്കാരിയുടെ മോൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പറഞ്ഞാലും കേൾക്കത്തില്ല. ഒരു മോനെ ഉള്ളത് നമ്മളെ സാധനം മേടിക്കാൻ പോകാനാണല്ലോ എന്തിനാണെങ്കിലും നമ്മൾ പറയുമല്ലോ, മക്കളോട് പറയുന്നു വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറയുമല്ലോ. പക്ഷേ ഒരു സാധനം വാങ്ങിക്കാൻ പോകത്തില്ലെന്ന് മാത്രമല്ല, പറഞ്ഞാൽ ഒട്ടനുസരിക്കത്തില്ല. അവനവൻ്റെ കാര്യം മാത്രം, എന്തു പറഞ്ഞാലും അത് സാധിച്ചെടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് അവനുള്ളതെന്ന്. പിന്നെ തന്തയും തള്ളയും വരെ തല്ലാൻ വരെ കൈപൊക്കുന്ന മക്കൾ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ തന്നെയാണ് ചീത്തയാക്കി വളർത്തുന്നതല്ലേ. നമ്മുടെ കയ്യിലിരിക്കൊണ്ട് മാത്രമാണ് മക്കളെ ഇങ്ങനെ വളരേണ്ടി വരുന്നത്. ചെറുപ്പത്തിലേ തന്നെ നല്ലതും ചീത്തയും പറഞ്ഞ് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിയാൽ മാത്രമേ മക്കൾ ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ഇല്ലെങ്കിൽ പോലും അവർ സ്വന്തമായിട്ട് ജീവിക്കാനും സന്തോഷമായിട്ടിരിക്കാനുമുള്ള ഒരു ഇത് അവർക്ക് തന്നെ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സ്നേഹിക്കണം. പക്ഷേ സ്നേഹിച്ചിട്ട് നമ്മൾ എന്താ പറയുക, പറയുന്നത് വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കരുത്. വാശി പിടിച്ച് കരഞ്ഞാലും ചില പിള്ളേരുണ്ട് വാശി പിടിച്ച് നിലത്ത് കിടന്ന് ഉരുളും പറയുന്നത് സാധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സാധിച്ചു കൊടുക്കരുത്. ചെറുപ്പത്തിലേ മുതലേ ഈ ശീലമാണ്. വാശി പിടിച്ച് കരയുമ്പോൾ നമ്മൾ മക്കളല്ലേ എന്നും പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കായിരിക്കും. ഒന്നെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ അപ്പനായിരിക്കും. ഈ ഒരു ഇതിന് ചില അമ്മമാർ നല്ല രീതിയിൽ എന്നാ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഭയങ്കര കാര്യമൊക്കെ മക്കളോട്, പക്ഷേ ചില ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ സ്ട്രോങ് ആയിട്ടൊക്കെ ചെയ്യും. പക്ഷേ ചില അമ്മമാർ പറഞ്ഞതിന് സപ്പോർട്ട് നിൽക്കും. എന്ത് പറഞ്ഞാലും അതിന് സപ്പോർട്ട് നിൽക്കും. മറ്റുള്ളവരോട് കുറ്റം വന്ന വീട്ടിൽ മക്കൾ പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് നിൽക്കും, എന്ത് കാര്യത്തിനാണേലും. അതുപോലെ തന്നെ ചിലയിടത്ത് അപ്പന്മാരായിരിക്കും മക്കളെ കളയുന്നത്, അമ്മമാർ നല്ല സ്ട്രോങ് ആയിരിക്കും. ചിലയിടത്ത് അമ്മമാരായിരിക്കും കളയുന്നത്, അപ്പന്മാർ തിരിച്ചായിരിക്കും. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മക്കളെ വളർത്തി കഴിഞ്ഞിട്ട് അവർ വല്ല വഴിയും തിരിഞ്ഞു പോകുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മക്കളെ വളർത്തുന്നല്ലേ? പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ ജോലികൾ ചെയ്യാൻ പഠിപ്പിക്കണം. പാത്രം കഴുകാനും ഭക്ഷണം കഴിച്ച പാത്രം അവർ തന്നെ കഴുകാനും ഒക്കെ പഠിപ്പിക്കണം. ഇവിടെയാണെങ്കിൽ എൻ്റെ പിള്ളേരുണ്ടല്ലോ, ചെറുപ്പം മുതലേ, അതായത് ഒരു പ്രായമായപ്പോൾ മുതലേ, തീരെ കുഞ്ഞിലേ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരുടെ ഭക്ഷണം കഴിച്ച പാത്രം എല്ലാം കഴുകി വെക്കും. അന്നേരം തന്നെ നമ്മൾ പറയുകയൊന്നും വേണ്ട. നമ്മൾ ആദ്യം ഇത് പഠിപ്പിക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നീടാണ് കഴുകി വെക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. എനിക്ക് അതിന് പണിയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് നേരമില്ലെന്ന് പറഞ്ഞൊക്കെ നമ്മളോട് തറുതല പറയുന്നത്.
പക്ഷേ ആദ്യം തൊട്ട് നമ്മൾ പഠിപ്പിക്കുകയാണല്ലോ, ഒരു പ്രശ്നവുമില്ല, അവർ ചെയ്തോളും. അവർക്കൊരു പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളില്ലെങ്കിൽ ഇല്ലാത്ത സമയത്ത് അവരെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കണം. നീ തന്നെ ഉണ്ടാക്കുക, ഒരു മുട്ടയാണെങ്കിലും പൊരിക്കാനായിട്ട് നീ തന്നെ പൊരിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുകയാണ്. അവർ നമ്മളില്ലാത്ത സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണല്ലോ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ എല്ലാം കരുതി വെച്ചിട്ട് പോകണമെന്നില്ല. അവർ ചിലപ്പോൾ ഒരു ചോറാണല്ലോ, നമ്മൾ രാവിലെ ഭക്ഷണം ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും കറിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അവരാണെങ്കിലും ഒരു ഉച്ചയ്ക്ക് ഒരു മുട്ടയാണെങ്കിലും പൊരിച്ച് ചോറുണ്ടും അല്ലേ. അത് നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പഠിപ്പിക്കാതിരുന്നാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എവിടെയെങ്കിലും പോയിരുന്നാൽ പറഞ്ഞാൽ വിളി തുടങ്ങും, അമ്മ വാ അമ്മ പിന്നെ കറിയൊന്നും ഇല്ല കഴിക്കാൻ, അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് ബഹളം തുടങ്ങും. ഇല്ല, അങ്ങനെയല്ലേ. പക്ഷേ ഇത് നമ്മൾ പഠിപ്പിക്കുവാണെങ്കിൽ അവർ തന്നെത്താനെ ചെയ്യും. നമ്മുടെ മക്കളാണ്, നമുക്ക് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് തൻകാലം നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വളർന്നു വരുന്ന മക്കൾ നമ്മളെ തല്ലുന്ന മക്കളായിരിക്കും. കൂടുതലും അപ്പനും അമ്മമാരുടെയും തെറ്റാണ് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് വരുന്നത് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മക്കൾ പറഞ്ഞ ഉടനെ, അല്ലെങ്കിൽ എനിക്കൊരു അമ്മ എനിക്ക് അവിടെ, അല്ലെങ്കിൽ അപ്പ എനിക്ക് അവിടെ ബൈക്ക് മേടിക്കുന്നുണ്ടോ, കൂട്ടുകാരൻ ബൈക്ക് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിന്ന് ഇപ്പം ലോൺ എടുത്താണല്ലോ, ആരെ വിറ്റിട്ടാണല്ലോ, ആരെ കടം വാങ്ങിയാലും ഉടനെ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അല്ലേ. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അവരെന്നാ വിചാരിക്കുന്നത്, എന്നാ പറയാൻ എനിക്ക് വാശി, അവരുടെ കാശുണ്ടെന്ന് ഇഷ്ടം പോലെ. അവർ ബുദ്ധിമുട്ട് അറിയത്തില്ല. ഒരിക്കലും നമ്മുടെ ബുദ്ധിമുട്ട് ഒരിക്കലും അവരറിയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. പിന്നെ കുറേ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം അത്രയ്ക്ക് സങ്കടം വരുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു മോനെ ഉള്ളെന്ന് ഓർത്തോണം. മോനാണെങ്കിലും മോളാണെങ്കിലും നമ്മൾ അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ശരിയാ ചേച്ചി പറഞ്ഞത് ശരിയാ, പിന്നെ ഇതുപോലെ പറയുന്നതൊക്കെ വളരെ ശരിയാണ്. കാരണം ഞങ്ങളാണ് അവനെ വഷളാക്കിയത്. ശരിയാണ്, നമ്മളാണ് വഷളാക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഈ ക്ലാസ്സിലാണെങ്കിലും അത് സ്കൂളിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലും വഴക്കുണ്ടായിട്ട് ഒരു കൊച്ചിനെ തല്ലിയിട്ട് വന്നാലും നമ്മൾ നമ്മുടെ മക്കളുടെ സൈഡിൽ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും നിൽക്കരുത്. നമ്മുടെ മക്കളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ നമ്മളവരെ തിരുത്തുക തന്നെ ചെയ്യണം. അപ്പം നമ്മുടെ മക്കളെ ആണായാലും പെണ്ണായാലും ചെറുപ്പം മുതലേ പറഞ്ഞ് മറ്റുള്ളവരെ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മളോട് അപ്പനും അമ്മയോട് എങ്ങനെ പെരുമാറണം, അപ്പനും അമ്മയുടെ ബുദ്ധിമുട്ടറിഞ്ഞ് മക്കൾ വളരണം. എന്നാൽ മാത്രമേ നമ്മളെക്കാട്ടിയും കൂടുതൽ അവർക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പം ഇതാണ് ഞാൻ ഇന്ന് പറയേണ്ട കാര്യം ചെയ്തത്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇത് എനിക്ക് ഇന്ന് തന്നെ വേണം, എനിക്കല്ലേ അങ്ങനെ വേണം, എന്നെ അവർ മേടിച്ചു, എൻ്റെ കൂട്ടുകാരൻ മേടിച്ചു, അല്ലെങ്കിൽ ഇവർ മേടിച്ചു, മറ്റവർ മേടിച്ചു, അവരുടെ കയ്യിലുണ്ട് ഇവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും വാശി പിടിച്ച് പിന്നെ അത് നേടാൻ വേണ്ടി എന്തും കാണിക്കും. അതെന്താണ്, നമ്മൾ ചെറുപ്പം മുതലേ പറയുന്നത് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടാണ്. മക്കൾ വാശി പിടിക്കുമ്പം ഇതുപോലെ പറയുന്ന വാങ്ങിച്ചു കൊടുക്കുന്ന അപ്പനമ്മമാരോടാണ്. ഒരിക്കലും അങ്ങനെ വാശി പിടിച്ച് കരയുന്ന പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ വാശി പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിയുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കത്തില്ല, നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാക്കത്തില്ല, നമ്മുടെ വില മനസ്സിലാക്കത്തില്ല. പിന്നെ അപ്പനും അമ്മയും ഒരു കറിവേപ്പില പോലെ അവരെടുത്ത് കളയും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സന്തോഷമുള്ള ദിവസം ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് നാളെ കാണാം കേട്ടോ.